ഓർമ്മ വെച്ച കാലം മുതൽ സാറിന്റെ പാട്ടാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. അതെല്ലാരും അങ്ങനെയാണല്ലോ ഇപ്പൊ മലയാളി ഓഡിയൻസ് പകുതി കൂടുതൽ അങ്ങനെ കിടന്നുറങ്ങുമ്പം വരെ തന്നെ എനിക്ക് ഒരുപാട് ആണല്ലേ. എന്നോട് നന്നായി വരും. ഈ ബക്കറ്റ് എവിടെ നിന്നൊക്കെ മാറ്റി വെക്കണ്ടേ? ഒരു സാധനം എവിടെയെങ്കിലും വെച്ചാൽ മതിയാ? എവിടെ കൊണ്ട് വെച്ചിട്ട് അതൊന്നും. അപ്പൊ പാട്ട് കേൾക്കുന്നതോറും എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. എന്റെ വലിയ ആരാധകനാണ്. പുള്ളി കരയുന്നല്ലോ, എന്നെ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടല്ല, പിന്നെ തലക്കരയുടെ അരപ്പ് കണ്ണി തേച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാധനം കരഞ്ഞു. എനിക്ക് ഗൾഫിലായിരുന്നു ജോലി. ആണല്ലേ? എയർപോർട്ടിലായിരുന്നു. ഓ ശരി. ജോലി അത്ര ശരിയല്ല കേട്ടോ. എന്തുപറ്റി? എപ്പോഴും നോക്കില്ല എയർപോർട്ടല്ലേ, തിരക്കോട് തിരക്ക്. ഇടത്തോട്ടൊന്ന് കയറി വന്നു കഴിഞ്ഞാൽ വലത്തോട്ട് പോകണമെങ്കിൽ പിന്നെ 2 മണിക്കൂർ എടുക്കണം. ആണല്ലേ? അതുകൊണ്ട് അവിടുത്തെ ജോലി കളഞ്ഞിട്ട് ഞാൻ നേരെ കേരളത്തിൽ വന്നു. ഇപ്പൊ ഞാൻ ജട്ടിയിലാണ് ജോലി ചെയ്യുന്നത്. അതാകുമ്പോ ഇടതും വലതും നോക്കണ്ട, 2 ഹോളിൽ കൂടെ എങ്ങോട്ട് വേണം പോവാം. എനിക്കൊരു കാര്യം പറയണം. എനിക്ക് കൊച്ചുനാൾ മുതലേ ഈ പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഇഷ്ടമാണ്. നമ്മൾ മലയാളികൾ അങ്ങനെയല്ലേ ഗാനം ഇഷ്ടം. ഗായകന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ. പിന്നെ നിങ്ങളെ കൂട്ടത്തില് ഒരു ദാടി വെച്ച ഒരു വെള്ളയും പാട്ടുകാരുണ്ടല്ലോ സാറേ. പുള്ളിയുടെ പേരെന്താണ് സാറേ? അത് പുള്ളിയുടെ മകനും ഇപ്പൊ പാടുന്നുണ്ട്. നല്ല പാട്ടാ. ദാടി വെച്ച പുള്ളിയുടെ പേരെന്താ? ദാടി വെച്ചൊരു വെള്ളയും ഏത് പാട്ടാ? ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഗംഗേ ഗംഗേ എന്നൊരു പാട്ടൊക്കെ പാടി രക്ഷപ്പെട്ട ഒരാള്. പുള്ളിയുടെ പേരാണ് കുണ്ടറ ഷിബു. ഗാനഗന്ധർവന്റെ പേരറിയില്ലേ ഈ മനുഷ്യൻ?